നമസ്കാരം ടീച്ചർമാരെ. ഇന്ന് 4 സെപ്റ്റംബർ 2024. ഇന്ന് പോഷൻ മാല എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോഷൻ ബി പടായി ബി എന്ന സന്ദേശത്തെ ആസ്പദമാക്കിയിട്ട് കുട്ടികൾക്ക് അതേപോലെ രക്ഷിതാക്കൾക്കും വിറ്റാമിൻസിനെ പറ്റി ഒരു അവബോധം സൃഷ്ടിച്ചെടുക്കുകയാണ്. അവരുടെ അടുത്ത് കുട്ടികളുടെ അടുത്ത് വീട്ടിൽ നിന്ന് എന്തെങ്കിലും പഴങ്ങളും പച്ചക്കറികളോ കൊണ്ടുവരുമ്പോൾ അതിൽ എന്താണ് വിറ്റാമിൻസ് അടങ്ങിയത് അങ്ങനത്തെ കാര്യങ്ങൾ പറയുക. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ വിറ്റാമിൻ സി ആണ്, വിറ്റാമിൻ സി കൂടുതലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും ആ ഫലങ്ങളെ പറ്റിയും പറയുക. അതിനുശേഷം ഈ വിറ്റാമിൻ പരിചയപ്പെടുത്തിയിട്ട് അവർക്ക് ഈ പോഷകസമൃദ്ധമായ ഭക്ഷണം കൊടുത്തിട്ട് അത് ഉയർത്തിപ്പിടിച്ചിട്ട് ഐ ആം എ വിറ്റാമിൻ ഗേൾ ഓർ വിറ്റാമിൻ ബോയ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ വിറ്റാമിൻ്റെ പ്രതിജ്ഞ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുക. ഈ ഫോട്ടോ ജനന്തോളം ഡാഷ്ബോർഡിൽ നമ്മൾ എൻ്റർ ചെയ്താണ് ചെയ്യേണ്ടത്. നമ്മൾ ഓരോ വിറ്റാമിനായിട്ട് ക്രമത്തിൽ ചെയ്യുന്ന പോലെ ഇന്ന് നമ്മൾ വിറ്റാമിൻ ബി ബേസ് ചെയ്തിട്ടാണ് അവയർനെസ് പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ വിറ്റാമിൻ ബിയുടെ കണ്ടൻറ്റുള്ള ഫുഡിൻ്റെ ഒരു കുട്ടികൾക്കൊരു അവബോധം സൃഷ്ടിക്കുക. അതേപോലെ അതിൻ്റെ എക്സിബിഷൻ ടൈപ്പ് എന്ന് പറയാൻ പറ്റില്ല, അവർക്കത് ഈ പറഞ്ഞ പോലെ വിറ്റാമിൻ ബോയ് ഗേൾ അതിൻ്റെയൊക്കെ ഇതെടുത്തിട്ട് വന്നിട്ട് പറയുക. പിന്നെ ഏതൊക്കെയാണ് ആ വിറ്റാമിൻ അടങ്ങിയ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ആ പോഷകസമൃദ്ധമായ ഫുഡും കൂടി കൊടുക്കുക എന്നാണ്. ഇനി ഏത് വിറ്റാമിനാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് ക്ലാസ്സും ബാക്കി കാര്യങ്ങളൊക്കെ നടത്തുക. അപ്പോൾ നമുക്ക് പോഷൻ അഭിയാൻ സൈറ്റിലേക്ക് എങ്ങനെ ഞാൻ ഒന്നും കൂടി പറയാം. ഇവിടെ അറിയാത്തവർക്ക് ജനന്തോളം ഡാഷ്ബോർഡിൽ കയറി ഇവിടെ കണ്ടോ ഒരു 3 വര, അവിടെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ എൻട്രി എന്ന് കാണാം. ഇവിടെ താഴെ കണ്ടോ, അവിടെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ പേജിലേക്ക് പോകും. ഓൾറെഡി ലോഗിൻ ചെയ്ത് സേവ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ലോഗിൻ ചെയ്താൽ നമ്മൾ നേരിട്ട് കയറി കഴിഞ്ഞാൽ നമുക്കറിയാം. ഓൾറെഡി കുറേ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഗ്രൂപ്പും അതേപോലെ ഓർഗനൈസറൊക്കെ വന്നിട്ടുണ്ടാവും. നമ്മൾ തീമേ സെലക്ട് ചെയ്യേണ്ടത്. തീം നിങ്ങൾക്കറിയാം പോഷൻ ബി പടായി ബി ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ തീം സെലക്ട് ചെയ്യും, പോഷൻ ബി പടായി സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് പോഷൻ ബി പടായി കാണാം. അപ്പോൾ അത് തൊട്ടതിനത് വന്നോളും. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് 3-ാം തീയതി തൊട്ടിട്ട് 12-ാം തീയതി വരെ ചെയ്തു. പിന്നെ ഇവിടെ അംഗൻവാടി സെൻറ്റർ കൊടുക്കുക. അംഗൻവാടി സെൻറ്ററിൻ്റെ പേര് സെലക്ട് ചെയ്യുക. നമ്മുടെ എല്ലാ ലിസ്റ്റ് ഓഫ് അംഗൻവാടിയും വരും. അപ്പോൾ നിങ്ങളുടെ അംഗൻവാടി തെറ്റാതെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാം. പിന്നെ അതിന് ശേഷം ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക. ആക്ടിവിറ്റിയിൽ കുറേ ആക്ടിവിറ്റി വരുന്നുണ്ടാവും. നമ്മൾ അതർ എടുത്താൽ മതി. കാരണം ഇത് ഓരോന്നിനും ഓരോ തീമിനും ഓരോ അർത്ഥമാണ്. നമുക്ക് പിന്നെ ഒരു ദിവസം വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ അതർ എടുത്താൽ മതി. ഓരോന്ന് വരുന്ന സമയത്ത് തീമായിട്ട് ആക്ടിവിറ്റി നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരു ഡേറ്റ് 4-ാം തീയതി എടുക്കുക. 4/2/4 സെലക്ട് ചെയ്യുക. ഇനി അടുത്തത് പറഞ്ഞാൽ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണമാണ്. അഡൽട്ട് എത്രയുണ്ട്, അതായത് പുരുഷന്മാർ എത്രയുണ്ട് അതാദ്യം കൊടുക്കുക. പുരുഷന്മാരുടെ എണ്ണം കൊടുക്കുക. അതിനുശേഷം സ്ത്രീകൾ എത്ര പേരുണ്ടായിരുന്നു ആ സ്ത്രീകളുടെ എണ്ണം കൊടുക്കുക. സ്ത്രീകളുടെ എണ്ണം കൊടുത്തതിന് അതേപോലെ ആൺകുട്ടികളും പെൺകുട്ടികളിലും അതേപോലെ അഡോളസൻ ഗേൾസ് ഉണ്ടെങ്കിൽ അവരുടെ എണ്ണം കൊടുക്കുക. ഇപ്പോൾ ഒരു ടീച്ചർ 1-2 പേര് പറയും നമ്മളിത് അഡോളസൻ ഗേൾസ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അഡോളസൻ ഗേൾസ് ഇവിടെ ഇപ്പോൾ ആദ്യം ഇത് മാറി അടിച്ചു. അപ്പോൾ രണ്ടും കറക്റ്റായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും. രണ്ടും കറക്റ്റ് അടിച്ചതിന് ശേഷം നമ്മളിപ്പോൾ അഡോളസൻ ഗേൾസ് നമ്മൾ ഇല്ല, അപ്പോൾ നമ്മൾ ഒന്നും ഇടാതെ പോയി എന്ന് വിചാരിക്കാം. എന്താ ഉണ്ടാവുമെന്ന് നോക്കി നോക്കാം. പിന്നെ അപ്ലോഡ് പിക്ചർ എടുക്കുക. നമുക്ക് പിക്ചർ അപ്ലോഡ് ചെയ്യാം. അറിയാം, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 2 MB കുറവായിരിക്കണം. 2 MB എങ്ങനെ ആക്കുക എന്ന് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഡിസ്ക്രിപ്ഷൻ വിറ്റാമിൻ അവയർനെസ് പ്രോഗ്രാമാണ്. അപ്പോൾ അതേപോലെ കൊടുക്കുക. പിന്നെ അത് ഏതാണെന്നും കൂടി കൊടുക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഹൈഫൺ അല്ലെങ്കിൽ ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അതൊന്നും ഇവിടെ യൂസ് ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇൻവാലിഡ് ഡാറ്റ എൻ്റെ എന്നാണ് വരിക. നമുക്ക് കുത്തോ അല്ലെങ്കിൽ കോമ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതിൽ കോമ യൂസ് ചെയ്ത് നോക്കി നോക്കാം. വിറ്റാമിൻ അവയർനെസ് പ്രോഗ്രാം എന്നിട്ട് കോമ ഇടുക. ഏത് വിറ്റാമിനാണെന്ന് കൂടി നമ്മൾ സൂചിപ്പിക്കുക. നിങ്ങൾ ഏത് വിറ്റാമിനാണോ ചെയ്യുന്നത് അത് അവിടെ എഴുതിയാൽ മതി. പിന്നെ അംഗൻവാടി സെൻറ്റർ നമ്പർ കോമ ഇട്ടിട്ട് അംഗൻവാടി സെൻറ്റർ നമ്പർ എത്ര അതും കൂടി എഴുതാം. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ അഡോളസൻ ഗേൾസിൻ്റെ എണ്ണം അതിൽ ഓൾറെഡി 0 കിടക്കുന്നത്, നമ്മൾ പക്ഷേ എൻ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ വരിക നോക്കി നോക്കാം. നമ്മളിതവിടെ സബ്മിറ്റ് കൊടുക്കാൻ പോവുകയാണ്. സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് വരുന്നത് കണ്ടോ, പ്ലീസ് എൻ്റർ ദിസ് ഫീൽഡ് ആ ഫീൽഡും കൂടി ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ 0 നമ്മൾ അടിച്ചു കൊടുക്കണം. നമ്മൾ ആരും ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആൾ കാറ്റഗറി ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ 0 കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം. അടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും സബ്മിറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കുത്തും കോമയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ആവും. മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞത് ഹൈഫൺ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇൻവാലിഡ് വരും. ഇപ്പോൾ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് വന്നു. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഓരോ വിറ്റാമിനും പരിചയപ്പെടുന്ന ദിവസം ഇതേ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. ഇതേപോലെ തീമും ആക്ടിവിറ്റിയും സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇവിടെ വിറ്റാമിൻ്റെ പേര് മാറ്റി കൊടുത്താൽ മതി. ഒരു ദിവസം മാക്സിമം 5 ആക്ടിവിറ്റി വീതം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾ വേറെ എന്തെങ്കിലും കണ്ടക്ട് ചെയ്യാച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്